ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ക്ലീ ഫുഡീസ്. എളുപ്പത്തിൽ എങ്ങനെയാണ് നമുക്ക് കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 16 കാടമുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് വെച്ചേക്കാണ്. റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ ഞാൻ ഇവിടെ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞളും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് നമുക്കൊന്ന് മൊരിച്ചെടുക്കാം. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. മുറിഞ്ഞതിന് ശേഷം കാടമുട്ട ഇടാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് 2 മിനിറ്റ് വരെ ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഈ മുട്ട ഒക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം 1 ടേബിൾ സ്പൂണ് നമ്മുടെ ഫെനൽ സീഡ് അല്ലെങ്കിൽ പെരിഞ്ജീരകം നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇനി ഇതിന് ശേഷം ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റ് അല്ല, ചതച്ചെടുത്തിട്ടുള്ളൂ. അതും കൂടി ഒന്ന് ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് 4 സബോള, വലിയ സബോളയാണ്, അത് നൈസായിട്ട് നീളത്തിൽ നുറുക്കിയിട്ടുള്ളതാണ്. അതും കൂടി ഇട്ടിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് ബ്രൗൺ കളർ ആവണ വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. സബോള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4-5 പച്ചമുളക് നീളത്തിൽ കീറിയത് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊരു 30 സെക്കൻഡ് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മുളക് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മസാലകൾ ഇടാൻ പോവുകയാണ്. നിങ്ങൾക്ക് തീ വേണമെങ്കിൽ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വൈറ്റ് പെപ്പർ പൊടി 1 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയ കാരണം കൊണ്ട് അടി പിടിക്കില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. വീട്ടിൽ തന്നെ പൊടിച്ച മസാലയാണ്. നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 4 തക്കാളി, നല്ല ചുവന്ന തക്കാളി, മീഡിയം സൈസായിട്ടുള്ള തക്കാളി ഞാനിവിടെ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അതൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് തക്കാളി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഉടയണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എനിക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തക്കാളിയുടെ വെള്ളം കൂടി ഒക്കെ ഒന്ന് പുറത്തേക്ക് വന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരും. അപ്പോൾ എല്ലാതും കൂടിയിട്ട് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാടമുട്ടകൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ 1 മിനിറ്റോളം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ മസാലകളൊക്കെ ഒന്ന് കാടയിൽ പിടിക്കും വേണം. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യാം. ഈ ഗ്രേവി കൺസിസ്റ്റൻസി മതിയെങ്കിൽ. അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടി ഒന്ന് ലൂസായി കിട്ടണമെങ്കിൽ 1 കപ്പ് ഞാൻ നേരിയ ചൂടുവെള്ളം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലാണ് നമ്മൾ ആ മല്ലി, മുളക്, മഞ്ഞൾ, ഉപ്പൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവുള്ളൂ. എന്നിട്ട് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അതനുസരിച്ചിട്ട് നിങ്ങൾക്കത് ഓഫ് ചെയ്യാം. ഇപ്പോൾ അത് ശരിക്കും ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം.
അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണ്. ഇത്തിരി സമയമെടുക്കും സബോളൊക്കെ ഒന്ന് വാടി വരാനായിട്ട്. പക്ഷെ അത് ശരിക്കും ഒന്ന് റോസ്റ്റ് ആയാലാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ അല്ലെങ്കിൽ ദോശയുടെ കൂടെയും കഴിക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. വേറൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.